ഓലമേഞ്ഞ ടോക്കീസ്. അവിടെയാണ് 60 പൈസയ്ക്ക്. അന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ തിയേറ്ററിനെ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ തിയേറ്റർ നിൽക്കുന്നത് കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്താണ്. തിയേറ്റർ വലുതാണ്, പക്ഷെ നിൽക്കുന്ന സ്ഥലം കുറച്ച് കൺജസ്റ്റഡ് ആണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒറ്റയ്ക്ക് സിനിമ കാണാൻ തുടങ്ങിയത് ക്രിട്ടിക്കൽ പോയിന്റിൽ ആൾക്ക് വരേണ്ട വന്നു. ആൾക്ക് പഠിപ്പൊക്കെ സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഇങ്ങോട്ട് വരേണ്ട വന്നു. പിന്നെ പഴയ ജോസിൽ ഞാൻ ആദ്യമായിട്ട് സിനിമ കണ്ടതെന്ന് പറയുന്നത് 2002. അപ്പം അങ്ങനെ തിയേറ്റർ കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ പോലെ ബിൽഡ് ചെയ്തതും ഈ പറഞ്ഞ അതിൻ്റെ എഫേർട്സ് മുഴുവൻ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന രീതിയിലേക്ക് ആക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് തിയേറ്റർ ഉണ്ടായിരുന്നു എറണാകുളം, കൊച്ചിയിൽ. 75 നമ്മൾ മേടിച്ചിട്ട് 78 റിനോവേഷൻ കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു തിയേറ്ററിന്റെ വിശേഷങ്ങള് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും മറ്റ് പ്രമുഖ മാധ്യമങ്ങൾ വഴിയൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടാകും. എന്നാലും നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കുറച്ചധികം വിശേഷങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു തിയേറ്ററിന്റെ വിശേഷങ്ങൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമസ്കാരം, ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ തേക്കിൻകാട് മൈതാനത്തിൽ നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലാണ്. തിയേറ്റർ ഏതാണെന്ന് ഏറെക്കുറെ നിങ്ങളിൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ മലയാളികളുടെ അഭിമാനമായ കേരളത്തിലെ ആദ്യത്തെ പെർമനന്റ് തിയേറ്ററായ 1930 തൊട്ട് ഇങ്ങോട്ട് 100 കണക്കിന് ഹിറ്റ് സിനിമകൾ ആഴ്ചകളും മാസങ്ങളും ഒക്കെ പ്രദർശിപ്പിച്ച നമ്മുടെ സ്വന്തം തൃശ്ശൂരിന്റെ എന്നല്ല മലയാളികളുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ ജോസ് തിയേറ്റർ ദാ അങ്ങോട്ട് നോക്കിക്കോളൂ. നമസ്കാരം, തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. റൗണ്ടിൽ നിന്നിട്ട് നമ്മൾ ഈ തിയേറ്ററിലേക്ക് നോക്കുമ്പോൾ എടുത്തു പറയത്തക്ക വലിയ അലങ്കാരങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രത്യേകതകളോ ഒന്നുമില്ലാത്തൊരു ബിൽഡിങ്ങാണ് നമ്മുടെ ജോസ് തിയേറ്ററിൻ്റേത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പഴയ സ്ട്രക്ചറിൻ്റെ മുന്നിലായിട്ട്, അതായത് ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് തോന്നുന്ന തരത്തിൽ, എന്നാൽ ഈ ബിൽഡിങ്ങിൻ്റെ ഭാഗമല്ലാതായിട്ടുള്ള 2-3 ചെറിയ കടകളൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഭീമമായ ജോസ് തിയേറ്റർ എന്ന് എഴുതിയിട്ടുള്ള ഒരു പഴയ ഗേറ്റുകളാണ്. ആ പഴയ ഗേറ്റ് ഇന്നും അവർ മാറ്റം വരുത്താതെ അതേ രീതിയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറുന്നത് ഈ ഒരു തിയേറ്ററിൻ്റെ പാർക്കിംഗ് സ്പേസിലേക്കാണ്. അപ്പോൾ ഇനി തിയേറ്ററിന്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗേറ്റ് തുറന്നിട്ട് ഇപ്പം ഈ നിൽക്കുന്നത് ഈ ഒരു തിയേറ്ററിന്റെ പാർക്കിംഗ് ഏരിയയിലാണ്. അതായത് പണ്ടത്തെ നമ്മുടെ ജോസ് തിയേറ്ററിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇപ്പൊ ഇവിടെ പാർക്കിംഗ് ഏരിയ ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു പഴയ ആ ഒരു ജോസ് തിയേറ്ററിന്റെ എൻട്രൻസിൽ ഉണ്ടായിരുന്ന ഈ കാണുന്ന വർക്കുകളൊക്കെ ഇന്നും വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പഴയ ഗേറ്റ് ആണ് ഞാനിപ്പോൾ തുറന്ന് അകത്തേക്ക് കയറിയതും. പാർക്കിംഗ് ഒന്ന് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രിപ്പ് ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 300ഓളം സീറ്റുകളുള്ള ഈ ഒരു തിയേറ്ററിന് സഫീഷ്യന്റ് ആയ രീതിയിലുള്ള ഒരു പാർക്കിംഗ് നിലവിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പഴയ ജോസ് തിയേറ്ററിന്റെ ഏറ്റവും വലിയ പോരായ്മകളിലൊന്നായിരുന്നു പാർക്കിങ്ങിന്റെ അപര്യാപ്തത. അതിപ്പോൾ ഏറെക്കുറെ പൂർണ്ണമായിട്ട് പരിഹരിച്ചെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു തിയേറ്ററിന്റെ പാർക്കിംഗ് ഏരിയയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ബോക്സ് ഓഫീസ്. വളരെ മനോഹരമായിട്ട് ചെടികളൊക്കെ വെച്ച് ഇതിനെ കൂടുതൽ എന്താ പറയുക അട്രാക്റ്റീവ് ആക്കിയിട്ട് ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ബുക്കിംഗ് ആ പാർട്ണർ എന്ന് പറയുന്നത് ബുക്ക് മൈ ഷോ ആണ്. കുറച്ചുനാൾ മുന്നേ വരെ ടിക്കറ്റ് ന്യൂ, പേടിഎം എന്നിവയായിരുന്നു. ബുക്ക് മൈ ഷോയിലേക്ക് മാറിയതിനു ശേഷമുള്ള ആദ്യത്തെ ടിക്കറ്റ് എടുത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള നിതിൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു തിയേറ്ററിന്റെ ടിക്കറ്റ് നിരക്ക് വരുന്നത് സോഫ സീറ്റ്സ് 230 രൂപ, അതുപോലെ തന്നെ ക്ലബ് ക്ലാസ് അല്ലെങ്കിൽ നോർമൽ പുഷ് ബാക്ക് സീറ്റുകൾ 150 രൂപ എന്നിങ്ങനെ ടിക്കറ്റ് ചാർജ് കൊടുത്തിട്ടുണ്ട്. അതായത് 2 ക്ലാസ്സുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ക്യാഷ് പേയ്മെന്റ്, UPI പേയ്മെന്റ്, അതുപോലെ തന്നെ കാർഡ് പേയ്മെന്റ്, ഈ 3 രീതിയിലുള്ള പേയ്മെന്റ് ഓപ്ഷൻസും ഇവരിവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്ന സീറ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിപ്പോൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിലും അതിനുള്ളൊരു സൗകര്യവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൗസ് ഫുൾ ഷോകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിനിമ കഴിഞ്ഞിട്ട് വണ്ടികൾ ഇറങ്ങിപ്പോകുന്നത് ഇവിടെ പിന്നിലുള്ള ഗേറ്റ് വഴിയായിരിക്കും. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് പ്രവേശനമുള്ളൂ. അവിടേക്ക് പോകാനായിട്ട് നമുക്ക് സ്റ്റെയർ വഴിയും അല്ലെങ്കിൽ ലിഫ്റ്റ് വഴിയും പോകാൻ സാധിക്കും. അപ്പോൾ എന്തായാലും മുകളിൽ എത്തിയിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം. അപ്പൊ നമ്മൾ തിയേറ്ററിന്റെ ലോബിയുടെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പൊ എന്റെ പിന്നിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തിയേറ്ററിന്റെ സ്ഥാപകന്റെയും അതുപോലെ തന്നെ അതിനുശേഷമുള്ള 2 തലമുറയിലുള്ള ആളുകളുടെയും ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും ലോബിയിലേക്ക് കയറാം. ഇവിടെ ജോസ് തിയേറ്റർ തൃശ്ശൂർ എന്നുള്ള ആ ഒരു ലോഗോ ഒക്കെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ലോബിയുടെ വിശേഷങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. വളരെ വൃത്തിയായി, വളരെ ഭംഗിയായി, വളരെ എലഗൻ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോബിയാണ് നമ്മുടെ ഈ ഒരു പുതിയ ജോസ് തിയേറ്ററിൻ്റേത്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് പഴയ ജോസ് തിയേറ്ററിൽ ഉണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള സംഗതികളൊക്കെ വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ ഒന്നും ആ ഒരു ഭംഗി ചോരാതെ
പുതിയ മോഡേൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് കൂടി അതിലേക്ക് വളരെ ഭംഗിയായിട്ട് മിക്സ് ചെയ്ത് അതിനോട് ചേർന്ന് തന്നെ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഇട്ട് അങ്ങനെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ലോബിയാണ് ഈ തിയേറ്ററിനുള്ളത്. അതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് പഴയ ആ ഒരു ജോസ് തിയേറ്ററിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡ്രാഗൻ്റെ രൂപം അതിവിടെ ഇപ്പോഴും എന്താ പറയുക, ഒരു കൂറ്റൻ ഡ്രാഗൻ്റെ രൂപം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ആ ഒരു എക്സിക്യൂഷൻ്റെ ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കിടലാണ്. കാരണം അതിൻ്റെ ഒരു പകുതി ഭാഗം അല്ലെങ്കിൽ ഒരു 80% ഈ ഒരു ലോബിയുടെ അകത്തും അതിൻ്റെ ഒരു ബാക്കി ഒരു കട്ടായി പോകുന്ന ഭാഗം നമുക്ക് ഈ ഒരു സ്റ്റെയർ വഴി കയറി വരുമ്പോഴും കാണാൻ സാധിക്കും. ശരിക്കും ആദ്യമായിട്ട് ഈ ഒരു തിയേറ്ററിലേക്ക് കയറി വരുന്ന അമ്പരക്കും എന്താണ് ഈ മുകളിലൊരു സംഭവം എന്ന് ആലോചിച്ചിട്ട്. എന്നാൽ ലോബിയുടെ ഉള്ളിൽ കയറുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഐഡിയ കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ഒരു ലോബിയുടെ പ്രധാന അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ആ ഒരു സംഭവം. എന്താ പറയുന്നത്, മലയാള സിനിമയുടെ ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു ചെറിയ സ്പേസ് ആണിതെന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഈ ഒരു തിയേറ്റർ മലയാള സിനിമാ ചരിത്രത്തിലും കേരളത്തിലെ തിയേറ്ററുകളുടെ ചരിത്രത്തിലും ഉൾക്കൊണ്ടിട്ടുള്ള അല്ലെ ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനമുള്ളൊരു തിയേറ്ററാണ്. ഈ ഒരു തിയേറ്ററിൽ വളരെ വർഷങ്ങൾക്ക് മുന്നേ തൊട്ട് ഉപയോഗിച്ചിരുന്ന ആ ഒരു പ്രൊജക്ടർ ഇവിടെ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വെസ്ട്രക്സിൻ്റെ പഴയൊരു അനലോഗ് പ്രൊജക്ടറാണ്. എനിക്ക് തോന്നുന്നു ഒരു 60കൾ തൊട്ട് ഇങ്ങോട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന ഒരു പ്രൊജക്ടർ ആയിരിക്കണം ഇത്. കാരണം അതിന് മുന്നേ ഒക്കെ ഈ ഒരു പ്രൊജക്ടറിൻ്റെ ആ ഒരു കാലഘട്ടം വന്നിട്ടില്ല. അതിന് മുന്നേ മറ്റു പ്രൊജക്ടറുകളൊക്കെ ആയിരിക്കും ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു തിയേറ്ററിൽ സൂക്ഷിച്ചിരിക്കുന്ന അല്ലെ ഇവിടെ കിട്ടിയിരിക്കുന്ന മൊമെൻറ്റോസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭംഗിയായിട്ട് ഇതിന് മുന്നേ മൊമെൻറ്റോസ് സെറ്റ് ചെയ്ത് ഞാൻ കണ്ടത് ശരിക്കും നമ്മുടെ തിരുവനന്തപുരം ശ്രീപത്മനാഭ തിയേറ്ററിലാണ്. പിന്നെ അതുപോലെ തന്നെ പഴയ ഫോട്ടോകൾ ശരിക്കും ഈ ഒരു തിയേറ്ററിൽ അല്ലെ പഴയ ജോസ് തിയേറ്ററിൽ ഉണ്ണിയാർച്ച സിനിമ 51 ദിവസം പൂർത്തിയാക്കിയപ്പോൾ, അതുപോലെ തന്നെ ഭാര്യ സിനിമ 51 ദിവസം പൂർത്തിയാക്കിയപ്പോൾ എന്ത് രസമല്ലേ ശരിക്കും ഇതൊക്കെ കാണാൻ. അന്നത്തെ ആളുകളുടെ ആ ഒരു എന്താ പറയുക മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് ആ ഒരു എന്താ പറയുക നമുക്കൊരു പ്രത്യേക ഒരു ഫീല് ശരിക്കും കിട്ടുന്നുണ്ട് ഇതൊക്കെ കാണുമ്പം. അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിലെ പഴയ ടിക്കറ്റുകൾ 1 പൈസ 6 പൈസയുടെ ഒക്കെ ടിക്കറ്റുകൾ, അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിൽ വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളുടെയൊക്കെ ഫോട്ടോകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു തിയേറ്ററിൻ്റെ ചരിത്രമുറങ്ങുന്ന ഒരു എന്താ പറയുക ഒരു ചെറിയ സ്പേസാണ് ഇതെന്ന് ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ കഫ്റ്റീരിയയും ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഒരു ലോബിയിൽ തന്നെയാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ടോപ്പിലായിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. സാറിന് ഒരല്പം ചെരിവിൽ മുന്നോട്ടേക്കാണ് കൊടുക്കാറ്. ഇവിടെ എന്താണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഒരല്പം വ്യത്യസ്തമായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഈ ഒരു കഫ്റ്റീരിയനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ ഐറ്റംസും നമ്മുടെ സാധാരണ തിയേറ്ററുകളിലൊക്കെ കിട്ടുന്ന ഐറ്റംസ് എല്ലാം തന്നെ ആ ഒരു തിയേറ്ററുകളിലെ ഒരു വില നിലവാരത്തിൽ തന്നെ കിട്ടുന്നൊരു കഫ്റ്റീരിയാണ്. പിന്നെ ഇവിടെ നിന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്കിവിടെ സ്റ്റാൻഡി ആയിട്ട് അല്ലെങ്കിൽ നിന്ന് കഴിക്കാനുള്ള സൗകര്യം വേണമെങ്കിൽ നമുക്കിവിടെ ഈ ലോബിയിൽ അത്യാവശ്യം കുറേ ഇരിപ്പിടങ്ങളുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഇരുന്ന് കഴിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ലോബിയുടെ ഇരുവശത്തുമായിട്ട് ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റ് ഉണ്ട്. അതായത് ഹാളിൽ നിന്നും നമുക്ക് ടോയ്ലറ്റ്സിലേക്ക് ആക്സസ് ലഭിക്കുന്ന തരത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ പെർമനൻറ്റ് തിയേറ്റർ, അതായത് നമ്മുടെ സ്വന്തം ജോസ് തിയേറ്ററിൻ്റെ ഹാളിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എൻ്റെ കൂടെ നിതിൻ എന്താണ് നിൽക്കണതെന്ന് വെച്ചാൽ ഈ ഒരു തിയേറ്ററിൽ ധാരാളം സിനിമകൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ നിതിൻ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു തിയേറ്റർ നവീകരിച്ച ശേഷവും പണ്ടും ഇവിടെ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. ദിലീപേൻ്റെ സിനിമകൾക്കൊക്കെ ഗേറ്റിൽ ക്യൂ നിന്ന് അല്ലേ ഇടികൂടി ടിക്കറ്റൊക്കെ എടുത്തുള്ളേ. അപ്പോൾ പഴയ ആ ഒരു ജോസ് തിയേറ്ററിൻ്റെ ചരിത്രം അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ നമ്മുടെ നിതിൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പോഴത്തെ ഈ ഒരു ഹാളിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം പഴയ കാര്യങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. ഈ കാണുന്ന ഡോറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ കാണുന്ന ഡോറായിരുന്നു പഴയ ജോസ് തിയേറ്ററിൻ്റെ ബാൽക്കണിയിലേക്ക് ഉണ്ടായിരുന്ന പ്രധാന എൻട്രൻസ്. പിന്നെ ഈ ബാൽക്കണിയിൽ ഏകദേശം 300ഓളം സീറ്റുകൾ പണ്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് സമാനമായിട്ട് തന്നെ താഴെ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഉണ്ടായിരുന്നു. ആ ഭാഗമാണ് ഇപ്പോഴത്തെ ജോസ് തിയേറ്ററിൻ്റെ പാർക്കിംഗ് ആയിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലും ചേർന്നിട്ട് ഏകദേശം ഒരു 600 സംതിങ് സീറ്റുകളും ബാൽക്കണിയിൽ 300 സംതിങ് സീറ്റുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ മൊത്തം 1000ൻ്റെ അടുത്ത് സീറ്റുകളായിരുന്നു പഴയ ജോസ് തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. പിന്നെ പഴയ ജോസിൽ ഞാൻ ആദ്യമായിട്ട് സിനിമ കണ്ടതെന്ന് പറയുന്നത് 2002 റിലീസായ നമ്മുടെ ദിലീപേട്ടൻ്റെ മീശമാധവൻ എന്ന സിനിമയായിരുന്നു. അന്ന് ഞാൻ വെല്ലിച്ചൻ്റെയും വെല്ലിമേടും കൂടിയാണ് ഞാൻ സിനിമയ്ക്ക് വന്നത്. അന്ന് ഫസ്റ്റ് ക്ലാസ്സിലായിരുന്നു ഇരുന്നത്. അന്നത്തെ കർട്ടൻ റൈസർ കാണാനായിട്ട് അന്ന് സാധിച്ചില്ല. കാരണം ഞങ്ങൾ കയറി വരുമ്പോഴേക്കും സിനിമ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നീട് 2005 ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ദിലീപേട്ടൻ്റെ തന്നെ ലയൺ സിനിമ കാണുന്നത്. അന്ന് കർട്ടൻ റൈസർ നല്ല രീതിയിൽ തന്നെ കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിച്ചു. അന്നും ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഇരുന്നത്. ഒരു ഫെബ്രുവരി മാസത്തിൽ അന്ന് ഒരു ചുവന്ന കളറായിരുന്നു അന്നത്തെ കർട്ടൻ്റെ കളർ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു നല്ലൊരു മ്യൂസിക്കും അന്ന് ഉണ്ടായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒറ്റയ്ക്ക് സിനിമ കാണാൻ തുടങ്ങിയത് 2010 മുതലാണ്. അന്ന് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് ദിലീപേട്ടൻ്റെ സിനിമ തന്നെ. അന്ന് ജോസ് തിയേറ്ററിൻ്റെ സെക്കൻഡ് ക്ലാസ്സിൽ ഇരുന്നാണ് ഞാൻ സിനിമ കാണുന്നത്. അന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഈ തിയേറ്ററിനെ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു.
പിന്നെ പഴയ ബാൽക്കണിയുടെ മെയിൻ എൻട്രൻസ് കഴിഞ്ഞിട്ട് സ്ക്രീനിലേക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ മുന്നിലേക്ക് ഒരു 4 റോയോളം സീറ്റുകൾ ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഏകദേശം പകുതിയോളം നമ്മുടെ ബാൽക്കണി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ബാൽക്കണിയുടെ ലോബിയുടെ മേലേക്കും ഈ പറഞ്ഞ ബാൽക്കണിയുടെ ബാക്ക് ഭാഗം കയറി പോയിരുന്നു. അങ്ങനെ ഒരു കുത്തനെയുള്ള ഒരു ബാൽക്കണിയായിരുന്നു നമ്മുടെ ജോസ് തിയേറ്ററിൽ പണ്ടുണ്ടായിരുന്നത്. പിന്നെ പഴയ ജോസിൻ്റെ ഇൻറ്റീരിയൽ വന്നിരുന്നത് ഒരു ക്രീം യെല്ലോ കളറിൽ വരുന്ന ഒരു പ്ലാസ്റ്റർ പാരീസ് ചെയ്തിട്ടുള്ള ഒരു കളറിലാണ് വന്നിരുന്നത്. അതിൽ ബാൽക്കണി കഴിഞ്ഞിട്ട് സ്ക്രീനിൻ്റെ മുന്നിലേക്ക് പോകുന്ന ഈ ചുമരിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു എന്താ പറയുക ECGയുടെ ഒക്കെ ഗ്രാഫ് വരുന്നത് പോലുള്ള റെഡ് കളറിലുള്ള ഒരു സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിരുന്നു. പിന്നെ പഴയ ബാൽക്കണിയിൽ കപ്പ് ഹോൾഡർ ഇല്ലാത്ത പഴയ മോഡൽ പുഷ് ബാക്ക് സീറ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഈ കാണുന്നതാണ് തൃശ്ശൂർ ജോസിൻ്റെ പഴയ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഇരുന്നിരുന്ന ഭാഗം. അതായത് ബാൽക്കണി ഏകദേശം ഫസ്റ്റ് ക്ലാസ്സിൻ്റെ പകുതിയോളം വന്നു നിന്നിരുന്നു. ആ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ നിൽക്കുന്നത്. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തായിട്ട് സെക്കൻഡ് ക്ലാസ്സും അതിൻ്റെ അവിടെ സ്റ്റേജും സ്ക്രീനും ആ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ തിയേറ്റർ പുതുക്കിയതിന് ശേഷം തിയേറ്ററിൻ്റെ പഴയ ബാൽക്കണി മെയിൻ സ്ക്രീനായിട്ടും തിയേറ്ററിൻ്റെ പഴയ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും വരുന്ന ഭാഗം പാർക്കിംഗ് ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത്. പിന്നെ പഴയ ഫസ്റ്റ് ക്ലാസ്സിന് മെയിനായിട്ട് ഈ ഭാഗത്തായിട്ട് ഏകദേശം ഒരു എൻട്രൻസും സെക്കൻഡ് ക്ലാസ്സിൻ്റെ ഡോറുകൾ ഏകദേശം വന്നിരുന്നത് ആ ഒരു ഭാഗത്തായിട്ടായിരുന്നു. അവിടെ 2 ഡോറുകൾ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സപ്നയുടെയും ജോസിൻ്റെയും ബിൽഡിങ്ങിലൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയായിരുന്നു. കാരണം തിയേറ്ററിൻ്റെ വലത്തെ ഭാഗത്ത് ഗുഹ കൗണ്ടറുകളും അതിനോട് ബന്ധപ്പെട്ടിട്ട് തന്നെ ആ ഭാഗത്ത് ഒരു ടോയ്ലറ്റ്, ഇവിടെ ഒരു ചെറിയൊരു കഫ്റ്റീരിയ, പിന്നെ മേലേക്ക് ഉള്ള സ്റ്റെയർ കേസ്, അങ്ങനെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഞാൻ പിന്നിലേക്ക് അതായത് തിയേറ്ററിന്റെ മെയിൻ എൻട്രൻസ് ഗേറ്റ് ആയ അവിടേക്ക് നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിയേറ്ററിന്റെ ഇടത്തെ ഭാഗത്ത് കാണുന്ന ഡോറാണ് ആദ്യം തുറക്കുക. അത്രയും നേരം ഗേറ്റ് തുറക്കാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ആളുകളെല്ലാവരും അവിടെ എന്താ പറയാ ഗേറ്റിന് അല്ലി പിടിച്ച് അവിടെ നിൽക്കണം. അത് കഴിഞ്ഞ് ഗേറ്റ് തുറന്ന് ഓടി വരുന്നതിന്റെ ഇടയിൽ അവിടെ ചിലർക്ക് കെട്ടിമറിഞ്ഞ് വീഴും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്ലാസ്സിലേക്കും സെക്കൻഡ് ക്ലാസ്സിലേക്കുള്ള ആണുങ്ങളുടെ ക്യൂ വന്നിരുന്നത് ഈ ഭാഗത്താണ്. പിന്നെ സിനിമയ്ക്ക് നല്ല തിരക്കുള്ള സമയമാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെയും കുട്ടികളെയും മാത്രം ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. ആ ഗേറ്റ് വഴി സ്ത്രീകളുടെ കൗണ്ടർ ആയിട്ടുള്ള ആ ഭാഗത്തേക്ക് കടത്തിവിടും. പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഏകദേശം ഒരു 10-12 ബൈക്കുകൾ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പാർക്കിംഗ് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് കാറുകൾക്ക് ഇവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. പിന്നെ ബാൽക്കണി ടിക്കറ്റ് വേണ്ടവർക്ക് ഈ സ്റ്റെപ്പ് വഴി ചെന്ന് മേലെയാണ് ബാൽക്കണിക്കുള്ള ടിക്കറ്റുകൾ കൊടുത്തിരുന്നത്. ഒരിക്കൽ ഇവിടെ മാട്രാൻ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഞാനൊരു സിനിമ കാണാനായിട്ട് വന്നു. അന്ന് റിസർവേഷനൊക്കെ ഉണ്ടെങ്കിലും ഞാനതൊന്നും ചെയ്തിരുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ നേരെ ബാൽക്കണി പോയിട്ട് അവിടെ ഇല്ല. എന്നിട്ട് ഞാൻ നേരെ ഓപ്പറേറ്റർ റൂമിലേക്ക് കയറി പോയിട്ടുണ്ട്. അത് എൻ്റെ ഇവിടുത്തെ ഒരു വലിയൊരു ഓർമ്മകളിൽ ഒന്നുകൂടിയാണ് അത്. പിന്നെ ഒരുപാട് ഓർമ്മകളുണ്ട്. പഴയ ജോസ് തിയേറ്ററിന്റെ ബാൽക്കണി ടിക്കറ്റ് കൗണ്ടർ വന്നിരുന്ന ഭാഗത്താണ് ഇന്നത്തെ ജോസിന്റെ ഈ കഫ്റ്റീരിയ ഇപ്പോൾ ഇരിക്കുന്നത്. പഴയ ജോസിന്റെ കഫ്റ്റീരിയ വന്നിരുന്നത് ഈ കാണുന്ന ലോബി ഏരിയയുടെ മറുവശത്തായിരുന്നു പഴയ ജോസിന്റെ കഫ്റ്റീരിയ വന്നിരുന്നത്. പിന്നെ തിയേറ്റർ ബാൽക്കണി എന്ന ചാനൽ ഞങ്ങൾ തുടങ്ങിയപ്പോൾ മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ തൃശ്ശൂർ ജോസ് തിയേറ്ററിന്റെ വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് അതിനുള്ള ഒരു അവസരം ഒത്തു വന്നപ്പോൾ ഗീഗചാറിനോടൊപ്പം എനിക്കും അവതാരകനായിട്ട് കൂടാൻ സാധിച്ചു. അതെൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. കാരണം ജോസ് തിയേറ്റർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതാണ്, അത്രയും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ നിതിൻ ഹാളിനെ പരിചയപ്പെടുത്തിയ ആ ഒരു ഡോറിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ഞാനും തുടങ്ങാം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ ഈ ഒരു പ്രധാന ഹാള് എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന ഈ ഒരു ഏരിയ മാത്രമാണ്. അതായത് പണ്ടത്തെ പോലെ ബാൽക്കണി ഫസ്റ്റ് ക്ലാസ് അങ്ങനെയൊന്നുമില്ല. പഴയ ഒരു ബാൽക്കണീനെ ക്രമീകരിച്ച് ഇപ്പോഴത്തെ ഈ ഒരു തിയേറ്ററിൻ്റെ പ്രധാന ഹാളാക്കി മാറ്റിയിരിക്കുകയാണ്. അതിൽ സോഫ സീറ്റ്സും അതുപോലെ തന്നെ നോർമൽ സീറ്റ്സും അങ്ങനെ ആകെ മൊത്തം ഏകദേശം 300ഓളം സീറ്റുകളാണ് ഈ ഒരു ഹാളിലുള്ളത്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ തന്നെ ഒരു ഡാർക്ക് ഗ്രേ അതുപോലെ തന്നെ ഒരു ബ്ലൂ കളർന്ന ഗ്രേ ഈ 2 കളറിലുള്ള ഒരു ഇൻറ്റീരിയർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു വാം കളറിലും അതുപോലെ തന്നെ ബ്ലൂ കളറിലുമുള്ള സ്ട്രിപ്പ് ലൈറ്റ്സ് ഇങ്ങനെ പല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ടോപ്പിലും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വൈബ്രൻ്റ് ആയ മോഡേൺ ലുക്കിലുള്ള ഇൻറ്റീരിയർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്ലോറിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു മാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള നമ്മൾ നിൽക്കുമ്പോൾ വളരെ കംഫർട്ടൊക്കെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാറ്റാണ്. പിന്നെ നമ്മളെ സാധാരണ അധികം അങ്ങനെ എവിടെയും കാണാത്ത തരത്തിലുള്ള ആ ഒരു ഇൻറ്റീരിയർ കളർ ടോണിൻ്റെ ഒപ്പം ഈ ഒരു ബ്രൗൺ കളറിലുള്ള സീറ്റുകളും കൂടെ വരുമ്പോഴത്തേക്കും എന്താ പറയുക നമുക്കൊരു ഹാളിനൊരു പുതുമയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു തിയേറ്ററിലെ സീറ്റുകളുടെ വിശേഷം പറയാനായിട്ട് ഞാൻ ഏറ്റവും മുന്നിലത്തെ നിരയിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീറ്റിൽ അതായത് ഇതിന് പിന്നിലേക്കാണ് ഇവിടുത്തെ സീറ്റുകളുള്ളത്. അപ്പോൾ ഏറ്റവും മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ചെറിയ സെപ്പറേഷൻ കാണാം. അതിനും അപ്പുറത്തേക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇട്ടിട്ടാണ് ഇവിടെ ഈ ഒരു സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, ഈ ഒരു തിയേറ്ററിൽ ഏറ്റവും മുന്നിലത്തെ നിര സീറ്റിലിരുന്നിട്ട് നിങ്ങൾ സിനിമ കണ്ടാലും നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ട് കഴുത്തിനോ അല്ലെങ്കിൽ കണ്ണിനോ തോന്നില്ല. അത് ഗ്യാരണ്ടി.
അത്രയധികം സ്പേസ് മുന്നോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും വലിയൊരു നല്ല തീരുമാനമാണ്. അതുപോലെ തന്നെ 282 പുഷ് ബാക്ക് സീറ്റുകളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മോഡൽ. നമ്മളിപ്പോൾ ലാസ്റ്റ് നമ്മുടെ പുനലൂർ തായലക്ഷ്മി തിയേറ്ററിൽ കണ്ട ആ ഒരു സീറ്റ്സിൻ്റെ അതേ കളർ പാറ്റേണിലുള്ള സീറ്റാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം 282 സീറ്റുകൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് 150 രൂപയാണ്. പിന്നെ ഇതിന് പിന്നിലായിട്ട് നമുക്ക് സോഫ സീറ്റുകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു നോർമൽ പുഷ് ബാക്ക് സീറ്റുകൾക്ക് പുറമെ ഈ കാണുന്ന തരത്തിലുള്ള ഒരു നിര സോഫ സീറ്റുകൾ കൂടിയുണ്ട്. ഇത് ആക്ച്വലി ഒരു ബേജ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് ഈ സീറ്റുകൾ വരുന്നത്. പിന്നെ ഇതുപോലെ 18 സീറ്റുകളാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 230 രൂപയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടോട്ടൽ തിയേറ്ററിൻ്റെ ആ ഒരു ഏറ്റവും പിന്നിലത്തെ ഒരു നിര സോഫ സീറ്റ്സ് ആയിട്ട് മാറ്റിയിരിക്കുന്നു. ബാക്കി മുന്നോട്ടുള്ള നിരകൾ നമ്മുടെ നോർമൽ പുഷ് ബാക്ക് സീറ്റുകളുമാണ്. അങ്ങനെ ആകെ മൊത്തം 300 സീറ്റുകളാണ് ഈ ഒരു ഹാളിലുള്ളത്. ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഫീലാണ്. അതൊരു തിയേറ്റർ പ്രേമിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ 1930 തുടങ്ങിയ കേരളത്തിലെ ആദ്യത്തെ തിയേറ്ററിൻ്റെ ആ ഒരു ബാൽക്കണി എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടുന്ന് സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ. എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ സിനിമ കണ്ട് ചിരിച്ചിട്ടുണ്ടാവും, കരഞ്ഞിട്ടുണ്ടാവും അല്ലേ. ആ ഒരു വികാരങ്ങളുടെയൊക്കെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആ ഒരു ബാൽക്കണി, അതിനെ അല്പോടെ ആ ഒരു ഫ്രെയിം അടിച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടെന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബാൽക്കണിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് നമ്മൾ സ്ക്രീനിൻ്റെ വിശേഷങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ ചെറിയൊരു ഗ്ലാസിൻ്റെ ഡോറുണ്ട്. ഇത് തുറന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മളിത് ഇങ്ങനെ ചാടി താഴേക്ക് ഇറങ്ങണം. അമ്പോ എന്താ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ക്രീനിൻ്റെ അടുത്തേക്ക് വരുന്നത്. സ്ക്രീനിൻ്റെ അടുത്തേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു എന്താ പറയുക, ഒരു വേവ് ഷേപ്പിലാണ് ഇവിടെ ഈ ഒരു പ്രതലം ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നിതിൻ ഇന്ന് പറയുകയുണ്ടായി ഇവിടെ ഇങ്ങനെ കിടന്നിട്ടൊരു സിനിമ കാണണം എന്നുള്ള ഒരു ആഗ്രഹം പറയുകയുണ്ടായി. സംഭവം അടിപൊളിയായിരിക്കും ഇവിടെ കിടന്നിട്ട് സിനിമ കാണാൻ, കാരണം അത്രയും രസമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇതൊരു വാൾ ടു വാൾ സ്ക്രീൻ അല്ല. രണ്ട് സൈഡിൽ നിന്നും അത്യാവശ്യം സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു സ്ക്രീനിൻ്റെ സൈസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 38 അടിയോളം വീതിയും അതുപോലെ തന്നെ 18 അടിയോളം ഹൈറ്റുമുള്ള വളരെ ക്വാളിറ്റിയുള്ള ഒരു സിൽവർ സ്ക്രീനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ബ്ലൂ കർട്ടനും ഒരു കർട്ടൻ റേസിങ്ങും ഈ ഒരു തിയേറ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വാൾ ടു വാൾ സ്ക്രീൻ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒന്നുകൂടെ ഈ ഒരു തിയേറ്ററിൻ്റെ ഭംഗി കൂടിയേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും ടോപ്പ് നോച്ചായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ രണ്ട് സൈഡിലും ചെറിയൊരു സ്പേസ് വിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ഹാളിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് അത് ഓക്കെയാണ്. കാരണം സൈഡിലെ സ്പീക്കറുകളോ അല്ലെങ്കിൽ തലമറയുക അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇനി സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് JBLൻ്റെ സ്പീക്കറുകളാണ്. കംപ്ലീറ്റ് പുതിയ സ്പീക്കറുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ പ്രൊജക്ഷൻ റൂമിൽ പോയിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ജോസ് തിയേറ്ററിൻ്റെ പ്രൊജക്ഷൻ റൂമിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്താ പറയുക, വീണ്ടും ആ മുന്നേ പറഞ്ഞ ആ ഒരു രോമാഞ്ചം. കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ ജോസ് തിയേറ്ററിൻ്റെ പ്രൊജക്ഷൻ റൂമും ഇത് തന്നെ ആയിരുന്നു. പക്ഷേ അന്നത്തെ അനലോഗ് പ്രൊജക്ടറൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ഡിജിറ്റൽ സെറ്റപ്പിലേക്ക് മാറി എന്ന് മാത്രം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രൊജക്ടർ എന്ന് പറയുന്നത് ക്രിസ്റ്റിയുടെ CP4330 എന്ന മോഡൽ RGB ലേസർ പ്രൊജക്ടറാണ്. അപ്പോൾ ഇനി സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഡോൾബി അറ്റ്മോസ് 48 ചാനൽ സൗണ്ട് സിസ്റ്റമാണ് ഈ ഒരു തിയേറ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഡോൾബിയുടെ തന്നെ CP850 എന്ന മോഡൽ പ്രോസസ്സർ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്രൗണിൻ്റെ ആംപ്ലിഫയറുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ XCA48+ എന്ന മോഡൽ ഒരു ക്രോസ് ഓവർ നമുക്ക് കാണാൻ സാധിക്കും. സ്പെയർ ആയിട്ടുള്ള ഒരു ക്രോസ് ഓവർ സിനിമാറ്റിക്സിൻ്റെ CM300 എന്ന മോഡൽ നമുക്ക് ടോപ്പിലൂടെ പ്ലേസ് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. പിന്നെ ഡാക്കിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ലെക്സിക്കോണിൻ്റെ BOB32 എന്ന മോഡൽ ഡാക്ക് ഇവിടെ കാണിക്കാൻ സാധിക്കും. അപ്പോൾ ടോട്ടലി ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുന്നത് സൗണ്ട് സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സ്പീക്കർ സെറ്റപ്പാണ് ഈ ഒരു തിയേറ്ററിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പഴയ ജോസിൽ നിന്ന് പുതിയ ജോസിലേക്ക് വന്നപ്പോൾ തിയേറ്ററിൻ്റെ ക്വാളിറ്റിയിൽ, പ്രത്യേകിച്ച് സൗണ്ടിൻ്റെയും പ്രൊജക്ഷൻ്റെയും ക്വാളിറ്റിയിൽ യാതൊരുവിധ കുറവും മാനേജ്മെൻറ്റ് വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ഈ ഒരു മീഡിയം സൈസ് അല്ലെ ചെറിയ സൈസ് ഹാളിൻ്റെ ഉള്ളിൽ ഡോൾബി അറ്റ്മോസ് 48 ചാനൽ സൗണ്ട് സിസ്റ്റം പ്ലസ് 4K ലേസർ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ നല്ല കിടിലൻ ക്ലാരിറ്റി ആയിരിക്കും. അപ്പോൾ ഇവിടെ സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ.
അപ്പോൾ ജോസ് തിയേറ്ററിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഇപ്പം എൻ്റെ കൂടെയുള്ളത് ഈ ഒരു തിയേറ്ററിൻ്റെ സ്ഥാപകരുടെ 5ാം തലമുറയിൽപ്പെട്ട ശ്രീ പോൾ മോഹൻ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം സാറേ, ജോസ് തിയേറ്റർ എന്ന് പറയുമ്പോൾ മലയാളികൾക്കൊരു അഭിമാനമാണ് അല്ലേ? കാരണം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പെർമനന്റ് തിയേറ്റർ. അപ്പോൾ സാറിൻ്റെ ഗ്രാൻഡ് ഫാദറിൽ നിന്നും അങ്ങനെ കേട്ട് വളർന്ന അല്ലെങ്കിൽ കേട്ട് ശീലിച്ച കുറേയധികം കഥകളും ഈ തിയേറ്ററിൻ്റെ ചരിത്രങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ ഈ തിയേറ്ററിനെ പറ്റിയുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയയിലും വിക്കിപീഡിയയിലും ഒക്കെ അവൈലബിൾ ആണ്. അതിനപ്പുറത്തേക്ക് സാറിന് അറിയാവുന്ന അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമോ? പെർമനന്റ് തിയേറ്റർ എന്നുള്ള രീതിയിലാണ് ജോസ് ആദ്യമായിട്ട് വരുന്നത്. ഫസ്റ്റ് തിയേറ്റർ കേരളത്തിലെ ആദ്യത്തെ തിയേറ്റർ എന്ന് അറിയപ്പെടും. അതുപോലെ തന്നെ ഫസ്റ്റ് പെർമനന്റ് തിയേറ്ററാണ് സ്ഥാപിക്കുക. അതായത് അതിനു മുമ്പൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ടെൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നൊമാഡ്സ് അങ്ങനെ പോലെ രീതിയിലായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ കൊണ്ടു നടക്കും, ടെൻറ്റിൽ നമ്മൾ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നടന്ന് അങ്ങനെ ഷോക്കേസ് ചെയ്തിരുന്നു. അപ്പോൾ ആദ്യം അറിയപ്പെട്ടിരുന്നത് ജോസ് ഇലക്ട്രിക്കൽ ബയോസ്കോപ്പ് എന്നുള്ള പേരിലാണ് ജോസ് തിയേറ്റർ അറിയപ്പെട്ടിരുന്നത്. അപ്പം അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മൂവിങ് പിക്ചേഴ്സ് ഫസ്റ്റ് ആയിട്ട് വന്നു. വോക്കൽ ഉണ്ടാവില്ല, ഓഡിയോ ഉണ്ടാവില്ല. അപ്പം അന്ന് കാണിച്ചിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടി വിയും കാര്യങ്ങളൊക്കെ വരുന്നേക്കാളും മുമ്പ് എൻ്റെ ഒരു കാറ്റഗറിയിൽ വെച്ചിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ഒരു താമര വിരിയുന്നത് കാണിക്കും, അതുപോലെ ട്രെയിൻ ഓടുന്നത് കാണിക്കുക, അല്ലെങ്കിൽ ഒരു കുതിരകൾ ഇങ്ങനെ ഓടുന്നത് കാണിക്കുക. അതൊക്കെയായിരുന്നു ആദ്യത്തെ. അതിന് വോക്കലൊന്നും ഉണ്ടായിരുന്നില്ല, ശബ്ദം ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു വിഷ്വലാണ് അതിൽ കാണിച്ചിരുന്നത്. അപ്പോൾ അതന്നെ കാണാൻ ആൾക്കാർക്ക് വലിയൊരു അമേസിങ് ഒരു ഫീലിംഗ് ആയിരുന്നു. അതായത് അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിരുന്നില്ല ആദ്യം. ഇനീഷ്യലി അങ്ങനെയായിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ്. പ്രൊജക്ഷൻ്റെ കാര്യങ്ങൾ മാറി, പ്രൊജക്ടർ വന്നു. മറ്റത് കുറച്ചൊരു ലൈറ്റിങ്ങും ഈ ഇതിൻ്റെ ഫയറിൻ്റെ ഇതിൻ്റെ പേരിലൊക്കെയാണ് മറ്റേ ചെയ്തിരുന്നതൊക്കെ. അതിനുശേഷം പ്രൊജക്ടർ വന്നു. പ്രൊജക്ടറിന് അതിൻ്റെ ഒപ്പം സൗണ്ട് കയറി വന്നു. അതിന് മുമ്പ് സൗണ്ട് ഉണ്ടായിരുന്നില്ല സമയത്ത് പ്രൊജക്ടറിൽ ഈ വീഡിയോ കാണിക്കുന്ന സമയത്ത് തന്നെ ഒരാൾ കമൻട്രി ചെയ്തിരുന്നു. ഈ പറയണ ഈ സ്ക്രീനിൽ കാണിക്കുന്ന സാധനങ്ങൾ സ്റ്റോറി ലൈൻ ഒരാൾ മൈക്കിൽ കൂടെ പറഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്, വോക്കലില്ലാത്ത കാരണം. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങനെ കാലക്രമേണ ടെക്നോളജിയുടെ വ്യത്യാസങ്ങളനുസരിച്ച് കയറി ഇപ്പോൾ വന്ന് നിൽക്കണം ലേസർ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഒരു DTS സൗണ്ട്, ഡോൾബി അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് വന്ന് നിൽക്കുന്നതാണ്. അപ്പം ഞാൻ 5th ജനറേഷനാണ് ഈ ബിസിനസ്സിലത്തെ. അപ്പോൾ അതിൽ ഫസ്റ്റ് ആളെന്ന് പറയുന്നത് ആളും തുടങ്ങിയ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ KW ജോസഫാണ്. അതെല്ലാവരും അറിയുന്ന ഒരാളാണ്, എല്ലാവർക്കും അറിയാം. അതൊരു സിനിമ ഹിസ്റ്ററിയിലും കേരളത്തിൻ്റെ ഹിസ്റ്ററിയിലും ഉള്ള ഒരാളാണ് KW ജോസഫ് എന്ന് പറയുന്ന ആൾ. കാട്ടുകാരൻ വാറണി ജോസഫ് എന്നാണ് ആളുടെ പേര്. അപ്പം അങ്ങോട്ടാണ് ഇതിൻ്റെ സ്ഥാപകൻ ഇനീഷ്യലി. അതിനുശേഷം ആളുടെ സെക്കൻഡ് ജനറേഷൻ വന്നാണ് KJ ദേവസി. അപ്പോൾ ആളും കുറച്ച് കാലം ഉണ്ടായിരുന്നുള്ളൂ. ആൾക്ക് അങ്ങനെ ഒരു പെട്ടെന്നൊരു ഇതിൽ ആൾക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല ആൾക്ക് വർക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം എൻ്റെ ഗ്രാൻഡ് ഫാദർ ടേക്ക് ഓവർ ചെയ്യണം, KD പോൾ. ഇപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ്. അപ്പോൾ ആളാണ് ഇതിൻ്റെ ബേസിക്കലി ഒരു മാസ്റ്റർ മൈൻഡിന് ശേഷം എല്ലാ ഇന്നോവേഷൻസ് വന്നതും തിയേറ്ററുകളുടെ എണ്ണം കൂട്ടിയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആളാണ് കൂടുതൽ മെയിൻ മാസ്റ്റർ മൈൻഡായിട്ട് വർക്ക് ചെയ്തത്. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു ആളായിരുന്നു. എല്ലാവർക്കും അറിയാം, KD പോൾ എന്ന് പറയുമ്പോൾ കുഞ്ഞു പാലു എന്നാണ് പറയുക. എല്ലാവർക്കും അറിയാം, തൃശ്ശൂർ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. അപ്പോൾ ആൾ ബേസിക്കലി ആളാണ് ജോസ് തിയേറ്റർ ആയാലും. അതിനുശേഷം രാമോർമ തിയേറ്റർ ആയിരുന്നു, നമ്മുടെ സപ്ന തിയേറ്റർ നമ്മുടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രാമോർമ തിയേറ്റർ ആയിരുന്നു. അത് 75 നമ്മൾ മേടിച്ചിട്ട് 78 റിനോവേഷൻ കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് സപ്ന തിയേറ്റർ. അതിനുശേഷം പിന്നെ നമുക്ക് തിയേറ്റർ ദേവിസൺ തിയേറ്റർ കാലിക്കറ്റ് ഉണ്ടായിരുന്നു. അത് അപ്പാപ്പൻ്റെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രദറാണ് അവിടെ നോക്കിയിരുന്നത്, എൽഡർ ബ്രദർ. പിന്നെ നമുക്ക് തിയേറ്റർ ഉണ്ടായിരുന്നത് മാനക, എറണാകുളം കൊച്ചിയിൽ മാനക. അത് പാപ്പൻ്റെ യങ് ബ്രദറാണ് നോക്കിയിരുന്നത്, ജോണി, KD ജോൺ. അപ്പം അങ്ങനെ തിയേറ്റർ കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ പോലെ ബിൽഡ് ചെയ്തതും ഈ പറഞ്ഞ അതിൻ്റെ എഫേർട്സ് മുഴുവൻ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന രീതിയിലേക്ക് ആക്കിയെടുത്തിട്ടുള്ളത് മുഴുവൻ ഈ KD പോൾ എന്ന് പറഞ്ഞ എൻ്റെ ഒരു അപ്പാപ്പനാണ്. പിന്നെ എൻ്റെ ഫാദറാണ് പിന്നെ ടേക്ക് ഓവർ ചെയ്തത്, മോഹൻ പോൾ. അപ്പോൾ ആള് അതിനുശേഷം ഗ്രാൻഡ് ഫാദർ ഉള്ളപ്പോഴും സപ്ന തിയേറ്റർ ആളെ മാനേജ് ചെയ്യുന്നത്, ഗ്രാൻഡ് ഫാദറാണ് ജോസ് തിയേറ്റർ മാനേജ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ വന്നു. പിന്നെ എൻ്റെ എഡ്യൂക്കേഷൻ സ്റ്റഡീസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോസിലേക്ക് ഇപ്പോൾ ഞാൻ കയറിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ലാണ്ട് പോകണു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ജനറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനുള്ളത്. സർ, ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പഴയ വലിയ തിയേറ്ററുകളൊക്കെ 2 or 3 സ്ക്രീനുകളാക്കുക, അതല്ലെങ്കിൽ സിംഗിൾ സ്ക്രീൻ തന്നെ ആ ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയിൽ അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 20% സീറ്റുകളെങ്കിലും കുറച്ചിട്ട് ബാക്കി സീറ്റ്സ് കംഫർട്ടായിട്ടിട്ട് വലിയൊരു തിയേറ്ററായിട്ട് തന്നെ നിലനിർത്തുക എന്നുള്ളൊരു ട്രെൻഡാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് തുടരുന്ന സാഹചര്യത്തിൽ അതോടൊപ്പം സിനിമാ ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ ഒരു ജോസ് തിയേറ്റർ ഒന്നും മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിന് ശരിക്കും നമുക്കൊരു കണക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കണക്കുണ്ടാവും. പക്ഷെ നമുക്കൊരു ഊഹിച്ച് പറയാൻ പറ്റില്ല, അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു തിയേറ്ററിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ടായ ഒരു മോട്ടീവ്?
തിയേറ്ററുകൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാവരും മൾട്ടിപ്ലക്സ് ആക്കാണ് ബേസിക്കലി. ഇപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടും മൾട്ടിപ്ലക്സ് ആക്കും, അല്ലെങ്കിൽ ഒരു ടു സ്ക്രീൻസോ അല്ലെങ്കിൽ 3 സ്ക്രീൻസോ വരുമ്പോൾ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റിയാണ് എപ്പോഴും ഡെഫിനറ്റ്ലി. അതായത് ഇപ്പോൾ നമ്മളൊരു മൂവി കളിക്കുന്നു, ഒരു 2 വീക്സ് കഴിയുമ്പോൾ അത് മോശമാകുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ചെറിയ തിയേറ്ററിലേക്ക് ഇട്ടിട്ട് നമുക്ക് പുതിയ മൂവി കളിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി വലിയൊരു കാര്യമാണ്. നമ്മുടെ തിയേറ്ററിനെ സംബന്ധിച്ച്, ജോസ് തിയേറ്ററിനെ സംബന്ധിച്ച് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കൊരു സമയം അല്ല ഈ പറഞ്ഞ പോലെ സ്ഥലത്തിൻ്റെ ഒരു റിസ്ട്രെയിൻ ഉണ്ട്. നമ്മൾ തിയേറ്റർ നിൽക്കുന്നത് കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്താണ്. തിയേറ്റർ വലുതാണ്, പക്ഷെ നിൽക്കുന്ന സ്ഥലം കുറച്ച് കൺജസ്റ്റഡ് ആണ്. പിന്നെ നമുക്ക് അതൊരു സ്ട്രക്ചറിനെ തൊടാണ്ട് പണിയാനായിട്ട് ഒരു പരിമിതി ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ റൗണ്ടിലായതുകൊണ്ട് കുറച്ചൊരു പൈതൃകത്തിൽ പെട്ടൊരു സ്ഥലമാണ്. യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റാണ് അമ്പലം നിൽക്കുന്ന കാലം. തേക്കിൻകാട് മൈതാനം ചുറ്റും ഇത്ര ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ കുറച്ച് പരിമിതികളുണ്ട്. അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു തിയേറ്റർ ഒന്ന് മോഡിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല നമുക്ക് തിയേറ്ററിൽ ആദ്യം പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. അതെല്ലാവർക്കും നോൺ ഫാക്റ്റാണ്. അതായത് നമുക്ക് തിയേറ്ററിൽ ഇവിടെ പാർക്കിംഗ് ഇല്ല എന്നുള്ളത് 100 years ആയിട്ടുള്ള തിയേറ്ററാണ്, അതിന് പാർക്കിംഗ് ഇല്ല എന്നുള്ള നോൺ ഫാക്റ്റാണ്. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം വലിയൊരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് റിനോവേഷന് നമ്മൾ തിയേറ്റർ ഓൾറെഡി നമ്മൾ പില്ലർമേ നിർത്തിയിട്ടുള്ളത്. അതെൻ്റെ ഗ്രാൻഡ് ഫാദർ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു ഗുണമായതാണ്. ഇപ്പോൾ അന്ന് പില്ലർമ പണിതിട്ടുള്ളതുകൊണ്ട് നമുക്ക് അടിയിൽ പാർക്കിംഗ് കൊടുക്കാനുള്ള ഒരു സൗകര്യമായി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ എന്ന് പറയുന്നത് നമുക്ക് 570 സീറ്റ്സ് നമ്മളത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ അത് കംപ്ലീറ്റ്ലി പാർക്കിംഗ് ആക്കിയത്. അപ്പോൾ ഓൾമോസ്റ്റ് 870 സീറ്റ്സിൽ നമ്മൾ 570 സീറ്റ്സ് നമ്മൾ ഒഴിവാക്കി. അപ്പോൾ നമുക്ക് പാകം 300 സീറ്റേ ഉള്ളൂ. അതിൻ്റെ എന്ന് വെച്ചാൽ അതൊരു വലിയൊരു സാക്രിഫൈസ് ആണ്. ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രോഫിറ്റ് പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയൊരു സാക്രിഫൈസ് ആണ്. പക്ഷെ നമുക്ക് സംബന്ധിച്ച് നമുക്ക് ആ ഒരു തിയേറ്ററിൻ്റെ ഒരു കുറവ് നികത്തുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു. അതിനൊപ്പം ആൾക്കാർക്ക് മാക്സിമം സൗകര്യം കൊടുക്കുക, നമ്മൾ സാക്രിഫൈസ് ചെയ്തതാണ്. അതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇനി ഒരു വണ്ടി ഇടാനുള്ള സൗകര്യം കുറവ് വേണ്ട, എല്ലാത്തിനും സൗകര്യം, വണ്ടി ഇടാനുള്ള സൗകര്യം, ഈ പറഞ്ഞ ബൈക്സും കാര്യങ്ങളും വെക്കാനുള്ള കൂടുതൽ സൗകര്യം കൊടുക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ലക്ഷ്യം. പിന്നത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു 570 സീറ്റ്സ് പോകാന്ന് പറയുമ്പോൾ നമുക്ക് ഇനി പ്രോഫിറ്റ് മാർജിനിൽ വളരെ കുറഞ്ഞു ഈ പറഞ്ഞ പോലെ. പക്ഷെ എന്നാലും ഒരു ലെഗസി മെയിൻറ്റെയിൻ ചെയ്യണം. അത് തിയേറ്ററിനെ സംബന്ധിച്ച് നമുക്ക് ജോസ് തിയേറ്റർ എന്ന് പറയുന്നത് ഇത്ര കൊല്ലം പഴക്കമുള്ള തിയേറ്ററാണ്. അത് ഞാൻ 5th ജനറേഷനാണ്. ഇനിയും കാലങ്ങളോളത്തോളം എൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ആയാലും ശരി എല്ലാവർക്കും അത് കൊണ്ട് പോകാൻ പറ്റണം. അപ്പോൾ ആ രീതിയിലേക്ക് ആക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ലക്ഷ്യം. അതായത് മാക്സിമം മോഡേണൈസ് ചെയ്യുക, ഏറ്റവും പഴയ തിയേറ്ററിനെ എത്ര മാക്സിമം മോഡേണൈസ് ചെയ്യാൻ പറ്റും അത്ര മോഡേണൈസ് ചെയ്യുക. ആ സമയത്ത് പറ്റാവുന്നതിൻ്റെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഐഡിയാസും എൻ്റെ അന്നത്തെ പരിമിതിക്ക് വെച്ചിട്ടുള്ള ഐഡിയാസിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമുക്ക് പിന്നെ ഒരു വേറെ കാര്യം വെച്ചാൽ നമുക്ക് ലോബി ഉള്ളത്, തിയേറ്ററിനെ സംബന്ധിച്ച് ലോബി ഉള്ളത് എപ്പോഴും ഭയങ്കര നല്ലതാണ്. നമുക്ക് എപ്പോഴും ലോബി ഉണ്ട്. അപ്പോൾ ലോബി എന്ന് പറയുമ്പോൾ നമുക്ക് ആ തിയേറ്ററിൻ്റെ ഒരു ഭംഗി കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ ലോബി. തിയേറ്ററിന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴും ലൈറ്റ് ഡിമ്മാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റ്സ് കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സീറ്റ്സ് കാണിക്കാന്നല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും അതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തിയേറ്ററിൻ്റെ ഒരു ആംബിയൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലമാണ് തിയേറ്ററിൻ്റെ ലോബി എന്ന് പറയുന്നത്. അപ്പോൾ ലോബി നമ്മൾ ഈസി ആക്കി. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ലോബി ഈസി ആക്കണേ. നമ്മൾ മാളിലൊക്കെയാണ് സാധാരണ യൂഷ്വലി ലോബി എ സിയിലൊക്കെ കാണാം. അപ്പോൾ ഇവിടെ നമ്മളെ ലോബിയും ആ സമയത്ത് എ സി ആക്കി. അത് കുറച്ചുകൂടി ഒരു ക്രീച്ചർ കംഫർട്ട്സ് കൂട്ടാം, കുറച്ചുകൂടി ലക്ഷറീസ് ആക്കാം, കുറച്ചുകൂടി ആംബിയൻസ് കൂട്ടാം. അതൊക്കെയാണ് നമ്മുടെ മെയിൻ അതിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. പിന്നത്തെ സംബന്ധിച്ച് വെച്ചാൽ ഒരു ലെഗസി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണം. നമ്മൾ മാക്സിമയിലേക്ക് എത്തിക്കണം. നമ്മൾ ഒരു ഓൾഡ് തിയേറ്റർ എന്ന രീതിയിൽ മാക്സിമയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ടുള്ള മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെഗസി നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു തുക തന്നെ ഇൻവെസ്റ്റ് ചെയ്തു അല്ലേ? വളരെ ചലഞ്ചിങ് ആയിരുന്നു തോന്നുന്നല്ലേ ഈ ഒരു റിനോവേഷൻ? വളരെ ചലഞ്ചിങ്. കൺജസ്റ്റഡ് ആയ ഒരു ഏരിയയിൽ അല്ലേ, ഒരു ലോറി തിരിഞ്ഞു കയറാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമല്ലേ? അപ്പോൾ ആളുകളിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? തീർച്ചയായും ആളുകൾക്ക് ഭയങ്കര നല്ലൊരു അഭിപ്രായമായിരുന്നു. നമ്മൾ തുടങ്ങിയതിന് ശേഷം നമ്മളങ്ങനെ ഒരു ഇനോഗ്രേഷനോ അങ്ങനെ ഒരു രീതിയിലൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല. നമ്മൾ ഫസ്റ്റ് നമ്മൾ റിനോവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അവതാർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നത് 2022 ഡിസംബറിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് നമ്മൾ കോവിഡ് വന്നതിന് ശേഷം നമ്മൾ ക്ലോസ്ഡ് ആയിരുന്നു. ഒരു 2 years നമ്മൾ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഇത്ര ചെറിയ സ്ഥലത്ത് നമ്മൾ അതെല്ലാം ചെയ്ത് കൊണ്ടുവരാൻ എന്ന് പറയുന്നത് ചലഞ്ചായിരുന്നു. അപ്പോൾ നമ്മൾ ആ റിസ്ക് എടുത്തു. നമ്മൾ അത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. നമ്മൾ ടൈം ആൻഡ് മണി എല്ലാം സ്പെൻഡ് ചെയ്തു. നല്ല റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് റിസൾട്ട് കിട്ടി എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതൊരു വലിയൊരു ഫെയിലിയർ ആവും. പക്ഷെ എനിക്ക് മനസ്സിലായത്തോളം ആൾക്കാരെല്ലാവർക്കും ഭയങ്കര ഒരു അക്നോളജ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. തിയേറ്റർ ആയാലും സൗണ്ട് ആയാലും സ്ക്രീൻ ആയാലും നമ്മൾ ലേസർ പ്രൊജക്ടറാണ് വെച്ചിട്ടുള്ളത്, RGB ലേസർ എന്ന് പറയും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. ഭയങ്കര നല്ല ക്ലാരിറ്റിയാണ് ഡെഫിനറ്റ്ലി. അപ്പോൾ അതിൻ്റെ ഒപ്പം ഡോൾബിയുടെ നമ്മൾ സിസ്റ്റമായിട്ട് ലേറ്റസ്റ്റ് സിസ്റ്റമാണ് വെച്ചിട്ടുള്ളത്. ഹാർമൻ JBL സൗണ്ട്സും വെച്ചിട്ടുണ്ട്. അന്നത്തെ ലേറ്റസ്റ്റ് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കൂടുതലും എല്ലാവരും ഹാപ്പി ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അതിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്.
അപ്പോൾ സന്തോഷം, അങ്ങനെ ഒരു ആൾക്കാരെ നന്നായി അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് വലിയ സന്തോഷമാണ് എന്തായാലും തീർച്ചയായും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ കേൾക്കാത്ത, നിങ്ങൾ അറിയാത്ത കുറേയധികം കാര്യങ്ങൾ നമുക്കൊരു വീഡിയോയിൽ നിങ്ങളോട് പറയാനുണ്ടെന്ന്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മളോട് ശ്രീ പോൾ സാറ് പറഞ്ഞു. അപ്പോൾ സാർ എന്തായാലും ഒരു താങ്ക് യു. അപ്പോൾ നമ്മുടെ തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്നുള്ളൊരു മൊമെൻറ്റോ കൂടി നമ്മൾ ജോസ് തിയേറ്ററിന് കൈമാറുകയാണ്. സാർ എല്ലാവിധ ആശംസകളും നേരുന്നു. സാർ പറഞ്ഞ പോലെ തന്നെ ഇനിയും വരുന്ന തലമുറകൾക്കും ഒക്കെ ഈ ഒരു തിയേറ്റർ ഈ ലെഗസിയിൽ പിന്തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. തിയേറ്ററുകളിൽ പോയി സിനിമ കണ്ടിരുന്ന ഒരു ബാല്യകാലം എല്ലാവരെ പോലെ എനിക്കുമുണ്ട്. അത് ഇന്ന് വളരെ വിരളമായിരിക്കുകയാണ്. തൃശ്ശൂർക്കാരനായ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ചലച്ചിത്രങ്ങൾ കണ്ടിരുന്നത് കണിമംഗലം മേരി മാത എന്ന എൻ്റെ വീടിനടുത്ത് വലിയാലിക്കലുള്ള ഒരു സിനിമ ടോക്കീസായിരുന്നു ഓലമേഞ്ഞ ടോക്കീസ്. അവിടെയാണ് 60 പൈസയ്ക്ക് ഏറ്റവും മുമ്പിലിരുന്ന് സിനിമ കണ്ട ഓർമ്മകൾ. പിന്നീട് ഞാൻ വലുതായപ്പോഴാണ് നഗരത്തിലൊക്കെ സിനിമ കാണാൻ വരാൻ തുടങ്ങിയത്. കേരളത്തിലെ തന്നെ ആദ്യത്തെ തിയേറ്ററുകളിൽ ഒന്നായ തൃശ്ശൂർ ജോസിൽ ഞാൻ എത്ര സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. തൃശ്ശൂർ ജോസ്, തൃശ്ശൂർ രാമവർമ്മ, തൃശ്ശൂർ രാംദാസ്, അതിനുശേഷം 1974 വന്ന തൃശ്ശൂർ രാഗം, മാതാ തിയേറ്റർ, ഗിരിജ തിയേറ്റർ, അതിനുശേഷം കൂടുതൽ സിനിമകൾ കണ്ടിട്ടുള്ളത് തൃശ്ശൂർ രാംദാസ്. ഇവിടെയെല്ലാം സിനിമകൾ കണ്ട അനുഭവമുണ്ട്. ഏറ്റവും ആദ്യത്തെ തിയേറ്റർ എന്ന നിലയ്ക്ക് ജോസ് തിയേറ്റർ എനിക്ക് വളരെയധികം ആവേശം നൽകിയ ഒരു തിയേറ്ററാണ്. അതൊരു ചെറിയ വഴിയിലെ ഒരു വലിയ തിയേറ്ററായിരുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരുമൊത്ത് യൂത്ത് ഫെസ്റ്റിവലിന് വരുമ്പോഴും വെറുതെ ടൗണിൽ കറങ്ങാൻ വരുമ്പോഴൊക്കെ ജോസ് തിയേറ്ററിൽ സിനിമ കണ്ടത് വലിയൊരു അനുഭവമാണ്. പ്രത്യേകിച്ചും നസീർ സാറിൻ്റെ സിനിമകൾ, അക്കാലത്തെ സിനിമകളാണ് എന്നെ ജോസ് തിയേറ്ററിൽ ആവേശം കൊള്ളിച്ചിട്ടുള്ളത്. സിനിമാ തിയേറ്ററുകൾ അന്യമാകുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കൂട്ടത്തോടെ ഇരുന്നു കൊണ്ട് ഒരു കല ആസ്വദിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഒരു ആഘോഷം പോലെ, ഒരു ഉത്സവം പോലെ സിനിമാ തിയേറ്ററിലേക്ക് പോയിരുന്ന കാലം അടുത്ത തലമുറയ്ക്ക് അന്യമാവും എന്നെനിക്ക് തോന്നുന്നു. ഇന്നത്തെ പോലെ മൾട്ടിപ്ലക്സുകളൊന്നും ആയിരുന്നില്ല. മാത്രമല്ല മനുഷ്യർ തമ്മിലുള്ള സൗഹൃദം ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് അന്നാണ് എന്നെനിക്ക് തോന്നുന്നു. തിയേറ്ററിൽ സിനിമയ്ക്ക് പോയിരുന്നാലുള്ള അവിടുത്തെ ഒരു കപ്പലണ്ടി കൊണ്ടുവരുന്നതും പാട്ടുപുസ്തകം വിറ്റിരുന്നതും അതോടൊപ്പം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കൾ തിരിച്ചറിഞ്ഞിരുന്നതുമായ ഒരു കാലം. ലോകം വലുതാകുമ്പോൾ നാം ചെറുതാവുകയാണോ എന്നെനിക്ക് തോന്നുന്നു. വീണ്ടും സിനിമാ തിയേറ്ററുകൾ കേരളത്തിൽ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു കാലം ജീവിതത്തിൻ്റെ കാഴ്ചകളുടെ വിസ്മയങ്ങൾ നമുക്ക് സമ്മാനിച്ച കാലമാണ്. പക്ഷേ തിയേറ്ററുകൾ, പ്രത്യേകിച്ചും സിനിമാ തിയേറ്ററുകൾ, അതൊരു നൊസ്റ്റാൾജിയാണ്. തിയേറ്ററുകൾ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒന്നിച്ചിരുന്നു കൊണ്ട് സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാനും കപ്പലണ്ടി കുറിക്കാനും സിനിമാ പാട്ടുകൾ പാടാനും അതോടൊപ്പം തന്നെ സിനിമയുടെ അനുഭവങ്ങൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കഥ പറയുന്നത് കേൾക്കാനും ക്ലൈമാക്സ് ഒളിപ്പിച്ചു വെച്ച് സിനിമാ തിയേറ്ററിൽ വിസ്മയം കൊള്ളാനും ഇനിയൊരു കാലം ഉണ്ടാകുമോ അറിഞ്ഞുകൂടാ. വീണ്ടും തിയേറ്ററുകളുടെ പൂക്കാലം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിയേറ്റർ കുഴപ്പമില്ല, നല്ല തിയേറ്ററാണ്. 80-88 കാലഘട്ടത്തിലെ തിയേറ്ററിൽ അടിപൊളി തിയേറ്ററാണ്. അതിൻ്റെ സ്ക്രീൻ കാര്യങ്ങൾ പൊന്തുമ്പം അതിൻ്റെ ട്യൂണും അതിൻ്റെ മ്യൂസിക്കൊക്കെ ഭയങ്കര കളഞ്ഞിട്ടാണ്. അപ്പോൾ തന്നെ നമ്മൾ പടം കയറി ഇരുന്ന് കാണാനും തിയേറ്ററിൽ നല്ല എൻജോയ് ആണ്. കേരളത്തിലെ ആദ്യത്തെ തിയേറ്ററാണ് ജോസ് തിയേറ്റർ. അത് തൃശ്ശൂരായതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എൻ്റെ പേര് ബാബു എന്നാണ്. ഞാൻ ഇവിടെ ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്ന ആളാണ്. ഇവിടെ ഞാൻ തിയേറ്റർ അടുത്തുള്ളതുകൊണ്ട് എല്ലാ സിനിമകളും കാണും. പണ്ട് തൊട്ട് തന്നെ കണ്ടു തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ പണ്ട് നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ അസൗകര്യക്കുറവുണ്ടായിരുന്നു. ഇടുങ്ങിയതിലേക്ക് കൂടെയൊക്കെ ടിക്കറ്റ് എടുക്കാൻ പോലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതല്ലല്ലോ. ഇപ്പോൾ ഓൺലൈനൊക്കെ ആയി, മറ്റു സൗകര്യങ്ങളൊക്കെ ആയി, സൗണ്ട് സിസ്റ്റം പഴയ കാലത്തെ മാതിരിയല്ലല്ലോ. ഇപ്പോഴും നല്ല അടിപൊളി തിയേറ്റർ തന്നെ, നല്ല സൗണ്ട് സിസ്റ്റം, നല്ല ഇത് ക്ലിയറിൽ പോകണം. പണ്ടൊക്കെ ഇങ്ങനെ തിയേറ്ററിൽ കാണുമ്പോൾ AC ഒക്കെ ഇടുമ്പോൾ മണമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ തിയേറ്ററിനേക്കാളും നല്ല തിയേറ്ററാണിത് ജോസ് തിയേറ്റർ. ഞാൻ ഫസ്റ്റിൽ എനിക്കൊരു ഓർമ്മയുള്ളപ്പോൾ എനിക്ക് കണ്ടത് കായംകുളം കൊച്ചുണ്ണിയാണ്. കായംകുളം കൊച്ചുണ്ണിപ്പോൾ ഞാൻ പെട്ടെന്നാണ് ഗേറ്റിൻ്റെ ടിക്കറ്റ് കൗണ്ടർ തുറന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ 10-15 മിനിറ്റ് മുന്നേ അവിടെ നിന്നപ്പോൾ ഞാൻ ചെയ്ത് 4 വരില്ല, ആദ്യം തെക്കുന്ന് ഞാൻ ഉള്ളിൽ വിട്ടു, ടിക്കറ്റുള്ളിൽ വിട്ടു. ലാസ്റ്റ് കാരണം വെച്ചാൽ ഒരു കണക്കിന് തെക്കൂടിയുള്ള ആൾക്കാർ എൻ്റെ ഉള്ളിലേക്ക് ആക്കി. ഉള്ളിലേക്ക് ഞാൻ ഉള്ളിൽ കിടന്നിട്ട് ആകണ്ട് നിലം തൊടാൻ്റെ ഉള്ളിലേക്ക് പോയത്. ചെറിയൊരു കഴിയണമെന്ന് ഒരു ആൾക്കാർ ചെരിഞ്ഞ് കിടക്കാവുന്നതിനുള്ള കഴിയാണ്. അതിൽ 2-3 ആളെ രണ്ടാൾക്കാർക്ക് കയറി പോകണം. അപ്പം ഞാൻ പെട്ടിട്ട് ആകെ ശ്വാസം കിട്ടാണ്ടും അങ്ങ് പരാക്രമമായി. എങ്ങനെയോ ദൈവഗുരുത്വം കൊണ്ട് ഞാൻ ഒന്ന് അടഞ്ഞപ്പോൾ ഒരു ശ്വാസം എനിക്ക് ഒരു അവസരം കിട്ടിയത്. അത് വലിയൊരു അനുഭവമാണത്.
ഉള്ളിയുടെ പേര് പടം കിട്ടും. ചെറിയൊരു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട പേര്. തൃശ്ശൂരിന്റെ ആദ്യത്തെ ഒരു പഴക്കമുള്ള തിയേറ്ററാണ് ഈ ജോസ് തിയേറ്റർ. നല്ല തിയേറ്ററാണ്, കാണാനിരിക്കാനൊക്കെ ഒരു നല്ല രസമുള്ള തിയേറ്റർ. ഇപ്പോൾ ഒരു മോഡലാക്കി ഇപ്പോൾ കൊണ്ടുവന്നിട്ട്, പഴയമാരില്ല, ഒരു മോഡലാക്കി ഇപ്പോൾ കൊണ്ടുവന്നിട്ട് തിയേറ്റർ. കാണാനൊക്കെ കുഴപ്പമില്ല, നല്ല തിയേറ്ററാണ്. എൻ്റെ ചെറുപ്പം മുതലുള്ള തിയേറ്ററാണിത്. അന്ന് മുതൽ ഞാൻ സിനിമ കാണാറുള്ളൂ. ജയൻ്റെ പടം മാത്രമേ ഞാൻ കാണുള്ളൂ. നല്ല സൗണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല. അന്ന് ഫസ്റ്റ് തിയേറ്ററായിരുന്നു ഇത്, ജോസ് തിയേറ്റർ. കരിമന ഞാൻ ജോസ് തിയേറ്ററിലാണ് കണ്ടത്. കർട്ടൻ റേസൊക്കെ അടിപൊളിയായിരുന്നു, അതൊന്നും കുഴപ്പമില്ല. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. ജോസ് അടിപൊളി തിയേറ്ററായിരുന്നു. തിയേറ്ററുകൾ പലത് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു തിയേറ്ററിൻ്റെ ലോബിയിൽ ഒരു ഡ്രാഗൺ, അതും ഇത്രയും വലുത്, ഇത്രയും ഫിനിഷിങ്ങോട് കൂടിയിട്ട് സെറ്റ് ചെയ്ത് കാണുന്നത്. ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു വിരലിൻ്റെയൊക്കെ ഒരു വലിപ്പം നിങ്ങൾ നോക്കി എൻ്റെ ഒരു കൈയുടെ വലിപ്പമായിട്ട് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും വ്യത്യസ്തതകൾ നിറഞ്ഞ തൃശ്ശൂരിൻ്റെ സ്വന്തം എന്നല്ല, നമ്മൾ മലയാളികളുടെ സ്വന്തം എന്ന് പറയാവുന്ന കേരളത്തിലെ ആദ്യത്തെ പെർമനൻറ്റ് തിയേറ്റർ ആയിട്ടുള്ള തൃശ്ശൂർ ജോസ് തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.